വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്ന് അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവനെ, ഇന്ന് മാർച്ച് മാസം 15-ാം തീയതി ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു യാത്രയിലാണെന്ന്. നമ്മൾ ക്രൂശിതനോടുകൂടെയുള്ള യാത്രയിലാണ്. നമ്മൾ തപസ്സിൻ്റെ യാത്രയിലാണ്. ക്രൂശിതനായ ഈശോയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഉദ്ധിതനായ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാനുള്ള യാത്രയിലാണ്. ഈ യാത്രയുടെ ഒരു ഘട്ടത്തിൽ ഇന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. എപ്പോഴാണ് ഈശോയ്ക്ക് നിർണായകമായ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഈ ഒരു രൂപാന്തരീകരണത്തിൻ്റെ ദർശനം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നത്? ഈശോ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഒരനുഭവമാണ് ഈ രൂപാന്തരീകരണം എന്ന് പറയുന്നത്. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ഈശോയോട് കൂടെ ഉണ്ടായിരുന്നത് മോശയും ഏലിയായുമാണ്. മോശ നിയമത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണെങ്കിൽ ഏലിയ പ്രവചനങ്ങളുടെ പ്രതിനിധിയായി ഈശോയുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു വശത്ത് നിയമം, മറുവശത്ത് പ്രവചനങ്ങൾ. ഈ നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ഈശോയോട് ഏലിയായും മോശയും സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ് എന്നത് പ്രത്യേകം നമ്മൾ അടയാളപ്പെടുത്തേണ്ട കാര്യമാണ്. ജെറൂസലേമിൽ പൂർത്തിയാക്കേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഏലിയായും മോശയും ഈശോയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് കുരിശുമരണത്തെക്കുറിച്ചാണ്, പീഡാനുഭവത്തെക്കുറിച്ചാണ്, പുനരുദ്ധാനത്തെക്കുറിച്ചാണ്, ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട ആ കടന്നുപോകലിനെ കുറിച്ച്. ഈ കടന്നുപോകലിലൂടെ മനുഷ്യവംശത്തിന് ലഭിക്കാനിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ച്. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആ കടന്നുപോകൽ ജനത്തിന് രക്ഷയായി മാറിയതുപോലെ ജെറൂസലേമിലുള്ള ഈശോയുടെ ആ കടന്നുപോകൽ
മനുഷ്യകുലം മുഴുവനും വേണ്ടിയുള്ള ഒരു രക്ഷാകര പ്രവൃത്തിയായി മാറും. അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ. ആ സംസാരത്തിലൂടെ ഈശോയ്ക്ക് എന്താ കിട്ടുന്നത്? ഈശോ ശക്തി പ്രാപിക്കുകയാണ്. കാരണം പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുമുള്ളവരോട്, ശിഷ്യരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരാണ് വലുത്, ആരാണ് ചെറുത്. അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരിടത്തിരിക്കും, ആര് വലത്തിരിക്കും. കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും അർത്ഥം മനസ്സിലാകാത്ത ആളുകളാണ് കൂടെയുള്ളത്. അപ്പോൾ ഇതാ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന നിയമവും പ്രവാചകരും മോശയും ഏലിയായും ഈശോയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അവരതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചോദിക്കട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്? പ്രാർത്ഥനയുടെ മലയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചർച്ചകൾ ഈ രക്ഷാകര ചരിത്രത്തെക്കുറിച്ചാണോ? എങ്ങനെ രക്ഷ കൊണ്ടുവരാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ടൊരു ചർച്ചയുടെ ഭാഗമായി ഈ ടോപ്പിക്ക് മാറണം. നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് എങ്ങനെ എനിക്ക് ഒരു രക്ഷയുടെ ഉപകരണമായി മാറാൻ കഴിയും. ഒന്ന്. രണ്ടാമതായി, ഇവരെല്ലാവരെയും പൊതിഞ്ഞു പിടിച്ചൊരു മേഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ആ മേഘം? താബോർ മലയിൽ ഈശോയെ പൊതിഞ്ഞു പിടിച്ച മേഘം, ശിഷ്യരെ പൊതിഞ്ഞു പിടിച്ച മേഘം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന മേഘത്തിൻ്റെ പൊതിഞ്ഞു പിടിക്കലിൽ നിന്നാണ് ഇതാ സ്വരമുണ്ടാകുന്നത്, പിതാവിൻ്റെ സ്വരമുണ്ടാകുന്നത്. ഇവൻ എൻ്റെ പുത്രനാണ്, ഇവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് താബോറിൽ ഈശോയെയും ശിഷ്യന്മാരെയും പൊതിഞ്ഞു പിടിച്ച ആ പരിശുദ്ധാത്മാവാകുന്ന മേഘം നമ്മെ ഇന്ന് പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ചിന്തകൾ ഇന്ന് നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കട്ടെ. ഒന്ന്, കടന്നുപോകലിനെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും രക്ഷ കൊണ്ടുവരുന്നൊരു ജീവിതം, എൻ്റെ ജീവിതം രക്ഷ കൊണ്ടുവരുന്നൊരു ജീവിതമാകണം. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ പൊതിഞ്ഞു പിടിക്കപ്പെട്ടൊരു ജീവിതമാകണം. മൂന്നാമതായ ഒരു കാര്യം കൂടെ, പിതാവിന് പ്രീതികരമായ ഒരു ജീവിതമായി, പിതാവിന് സന്തോഷം നൽകുന്ന ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ രൂപാന്തരീകരണത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവേ ഞങ്ങൾക്കും കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീനമായ ശരീരങ്ങളെ അങ്ങയുടെ മഹത്വമുള്ള ശരീരമാ പോലെ ശോഭയുള്ളതാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്താം. നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. ഈ രാത്രിയിൽ ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്, നിരാശയിൽ കഴിയുന്നവരുണ്ട്, മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരുണ്ട്, ആത്മഹത്യാ പ്രവണതകളുള്ളവരുണ്ട്, അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും കഴിയുന്നു, ജയിലുകളിലായിരിക്കുന്നു, കുടുംബങ്ങളിൽ തന്നെ തകർന്ന മനസ്സോടുകൂടി ആയിരിക്കുന്നവരും എല്ലാവരെയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പ്രത്യേകിച്ച് ഒറീസയിൽ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വചന ശുശ്രൂഷകളെയും ധ്യാനത്തെയും പ്രത്യേകമായിട്ട് അതിൽ പങ്കെടുക്കുന്ന അനേകായിരം മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം.
എന്നിനുള്ളിൽ അഭിഷേക ജ്വാലയായി സ്നേഹമേ കരുണതൻ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥനയുള്ള രാത്രി ആശംസിക്കുന്നു. സുഖനിദ്രയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കൂടുതൽ ഉണർവോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ രാത്രി വീണ്ടും ഈ ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ